കുറഞ്ഞ വിലയ്ക്കുള്ള സ്ഥലങ്ങൾ കിട്ടാണ്ടോ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കാണുന്ന 3 ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടും പറമ്പിൽ ആദായത്തിനായിട്ട് 100-100ഓളം റബ്ബറും കൂടെയുള്ള ഈ കാണുന്ന 80 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തിട്ടൊക്കെ വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇങ്ങോട്ട് വരിക, നമുക്ക് സ്ഥലം ഡീറ്റെയിൽ ആയിട്ട് കാണട്ടോ. ചെറിയ പൈസ ഓണറിന് ചോദിക്കണുള്ളൂ. മൊത്തം 20 ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത്. മൊത്തം 80 സെന്റ് സ്ഥലമാണുള്ളത് കേട്ടോ. അതിന് മൊത്തം ചോദിക്കുന്നതാണ് 20 ലക്ഷം റുപ്യ. ഇങ്ങോട്ട് വരി. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നല്ല വണ്ണുള്ള വലിയ വലിയ മഹാഗണികൾ ഇങ്ങോട്ട് നോക്ക്. ഇതൊക്കെ വലിയ മരം കേട്ടോ. മഹാഗണി, ഈട്ടി, അങ്ങനത്തെ കുറേ കാട്ടുമരങ്ങളുണ്ട് നമ്മൾ ഈ സ്ഥലത്തിനകത്ത്. ഇതിൻ്റെ തന്നെ വണ്ണം കണ്ടില്ല നിങ്ങൾ? മേലെ വരെ എത്രങ്ങാനും ഹൈറ്റിലാണ് ഒരേ വണ്ണത്തിൽ പോയതറിയോ? ഇതൊന്നും നമ്മളെ പിടിച്ച പിടി എത്തൂല കേട്ടോ. കണ്ടില്ലേ? രണ്ടാളും കൂടി പിടിക്കണം. നല്ല വണ്ണുണ്ടല്ലേ വലിയ ഇതും മരുതാണ്. ഇവിടെ ഈ സൈഡില് ഇതും മരുതാണ്. കാട്ടുമരങ്ങൾ ദേവാലയത്തിൽ കുറെ എണ്ണം ഉണ്ട് കേട്ടോ. ഇനി പിന്നെ ആദായത്തിന് നമുക്ക് ഇനി റബ്ബറാണല്ലോ അല്ലേ? ഒരു 100ഓളം റബ്ബറുകൾ ഉണ്ട്. അതവിടെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അത് കാണിച്ചു കൊടുക്കാം. പിന്നെ വീടുണ്ട് താമസിക്കാൻ സൗകര്യത്തിന്. നമ്മൾ വന്ന് നിൽക്കുകയാണെങ്കിലും പണിക്കാർ വന്ന് നിൽക്കുകയാണെങ്കിലും ഒക്കെ നിൽക്കാൻ സൗകര്യത്തിന് ഒരു വീടുണ്ട്. വെള്ളത്തിന്റെ സൗകര്യത്തിന് കിണറുണ്ട്. ഒക്കെ നമുക്ക് അവിടെയാണല്ലോ താഴെ. ഇനി അങ്ങോട്ട് പോയിട്ട് പറമ്പ് ചെറിയൊരു ചെരുവുണ്ട്. അപ്പൊ നമുക്ക് താഴെ പോയിട്ട് റബ്ബറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ആയിക്കോട്ടെ, പോയോക്കാം. ഇനി ഞങ്ങൾക്ക് റബ്ബർ കാണിച്ചു തരട്ടോ. അങ്ങോട്ട് വരും. ഇതാക്കണം ഇതേമാരിക്കുള്ള 100ഓളം റബ്ബറുകളാട്ടോ. ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള 100ഓളം റബ്ബറുകളാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള. ഇങ്ങോട്ട് വരി. ബാക്കി ഇതാക്കണം ഇവിടെയൊക്കെ ഉണ്ടേ. കണ്ടില്ലേ? ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത മരങ്ങളൊക്കെയാണ് കേട്ടോ. 105 ഇനത്തിൽ പെട്ടിട്ടുള്ള റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചെറിയൊരു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീട്ടിലാവശ്യത്തിന് വരുമാനത്തിനൊക്കെ റബ്ബർ ടാപ്പിംഗ് ആക്കി നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അത് കണ്ടില്ലേ? എവിടെയും ദൂരം ഒന്നും പോകേണ്ട ചെറിയ രീതിയിൽ തന്നെ നമുക്ക് പറമ്പ് കൂടെ ഒക്കെ നടന്ന് തന്നെ സ്വന്തമായിട്ട് ടാപ്പിംഗ് ആക്കാനൊക്കെ പറ്റുകയും ചെയ്യും. പിന്നെ ഇതാക്കണേ നമുക്ക് ഒരു 5-6 തെങ്ങുണ്ട് പറമ്പിൽ കായ്ക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു തെങ്ങുണ്ട്. അത്യാവശ്യം നല്ല കായെല്ലാം പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം അവിടെ താഴത്തെ വരിയിൽ 2 എണ്ണം ഉണ്ട്. അങ്ങനെ തെങ്ങ് ഇപ്പോൾ കായ്ക്കുന്ന ഒരു 5-6 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തെങ്ങ് താഴെയാണുള്ളത്. അത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. കൊടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? കൊടിയെല്ലാം ഇടയ്ക്കെല്ലാം കുറേ എണ്ണത്തേല് മരത്തേല് കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. അതിലേറെയുള്ള കുറച്ച് താഴെയുള്ള നമുക്ക് താഴെ പോയിട്ട് കാണിച്ചു കൊടുക്കാം. എന്നാ പോയി നോക്കാം. അപ്പോൾ നമ്മളെ തോട്ടം അവിടെ ആയിരുന്നു കേട്ടോ. തോട്ടെല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട റോഡില്ലേ, വണ്ടിയെല്ലാം വീടിൻ്റെ മുറ്റത്തോട്ട് വരും എന്ന് പറഞ്ഞത് അതാ ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങോട്ട് വണ്ടിയെല്ലാം ഇങ്ങോട്ട് മുറ്റത്തോട്ട് തന്നെ കൊണ്ടുപോകാൻ നിർത്താനെല്ലാം സൗകര്യമുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ വീട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് പോയിട്ട് അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. വീടിന് കുറച്ച് പണികൾ ബാക്കി ബാലൻസ് ഉണ്ട്. മൊത്തത്തിലൊന്ന് തേക്കാനും നിലമൊക്കെ നന്നാക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അകത്തെ സൗകര്യമൊക്കെ ഒന്ന് പോയിട്ട് കാണാം. ഇതാണ് സിറ്റ് ഔട്ട്. ഓപ്പൺ സിറ്റ് ഔട്ടാണ്. നിലയെല്ലാം ഫുള്ള് ടൈലിടാനുണ്ട്. ചുമരൊക്കെ തേക്കാനുണ്ട്. കുറച്ച് പണികൾ ബാക്കിയുണ്ട് കേട്ടോ. ഡോറെല്ലാം ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ്. കണ്ടില്ലേ? നമ്മളെ സ്ഥലം ചെറുപുഴ പഞ്ചായത്തിലാണ് കേട്ടോ. അതെ. ഇനി നമ്മൾ അകത്തോട്ട് വരാനുണ്ടെങ്കിൽ ഹാളൊക്കെ അത്യാവശ്യം സൗകര്യമുള്ള ഹാൾ തന്നെയാണ്. കണ്ടില്ല? അത്യാവശ്യം സൗകര്യമുള്ളൊരു ഹാൾ തന്നെയാണ് കേട്ടോ. വീട് നല്ല ഒതുങ്ങിയൊരു ഭാഗത്തെ സാധാരണ ഒരു വീട് തന്നെയാണ്. മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെയാണ് ഒരു റൂമുള്ളത്. പിന്നെ 2 റൂമുകൾ ഈ 2 സൈഡിലോട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് റൂമുകൾ ഓരോന്നായിട്ട് കാണാം കേട്ടോ. ഇതാണ് ആദ്യത്തെ റൂം. അത്യാവശ്യം നല്ല സൗകര്യമുള്ള സാധാ റൂം തന്നെയാണ്. കുറച്ച് തേപ്പും കുറച്ച് വർക്ക് കാര്യങ്ങളുണ്ട് അല്ലേ? അതെ. തേക്കാനും നല്ല നന്നാക്കാനൊക്കെ ഉണ്ട്. പെയിൻ്റ് അടിക്കാൻ. പിന്നെ അടുത്ത 2 റൂമുകൾ ഈ ഭാഗത്തേക്കാണുള്ളത്. ഈ ഇതാണ് 2ാമത്തെ റൂം. ഈ റൂമും നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. പിന്നെ ഷെൽഫും റാക്കും എല്ലാം ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ പണി കഴിഞ്ഞാൽ നല്ല വീടായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതെ. പിന്നെ നമ്മൾക്ക് 2ാമത്തെ റൂം ഇവിടെയാണുള്ളത്. കണ്ടില്ലേ? 3 റൂം മൊത്തം നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പള്ളിയിലോട്ടൊക്കെ ഞായറാഴ്ച ദിവസമൊക്കെ പള്ളിയിലോട്ടൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ 2 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിൽ നമുക്ക് ഇവിടെ ചൂരപ്പടവ് പള്ളിയെല്ലാം ഉണ്ട്. അപ്പോൾ പള്ളിയിലോട്ടൊക്കെ പോകാൻ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാകത്തെ ഒതുങ്ങിയൊരു വീട് അല്ലേ? അതെ. ഇതാണ് അടുക്കളയെല്ലാം ഉള്ളത്. അടുക്കളയാണെങ്കിലും അത്യാവശ്യം സൗകര്യമുള്ള അടുക്കളയാണ് കേട്ടോ. വിറകടുപ്പെല്ലാം ഉണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള ഒരു പാതകമെല്ലാം ഉണ്ട്. ഇതാ ഇവിടെയും പാത്രമെല്ലാം കഴുകാനുള്ള സിങ്കെല്ലാം വെച്ചിട്ടുണ്ട്. ഷെൽഫുണ്ട്, റാക്കുണ്ട്. റൂഫൊക്കെ മേലൊക്കെ ഫുള്ള് നീറ്റാണ്. ലീക്കോ അങ്ങനത്തതൊന്നുമില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാണ്ടെങ്കിൽ പുറത്തോട്ട് ഈ ഒരു ഭാഗത്തോട്ട് ഇനി വേണമെങ്കിൽ ഇവിടെ ഡ്രസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തുണിയെല്ലാം വിരിക്കുക. അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. വേണമെങ്കിൽ പുറത്തോട്ട് ഇനി വർക്ക് ഏരിയ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നല്ല വീട് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീടിൻ്റെ അകത്തുനിന്നുള്ള മൊത്തത്തിലുള്ള സൗകര്യം എന്ന് പറയുന്നത് കേട്ടോ.
ഇനി നമുക്ക് പുറത്ത് പോയിട്ട് പുറത്തെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇനി നമുക്ക് പുറത്ത് പോയിട്ട് ബാക്കി കിണറിൽ നമുക്ക് അവിടെ താഴെ ഉള്ളത് ഇനി അതൊന്ന് ബാക്കി കാണാം നമുക്ക്. പിന്നെ നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ബാത്റൂം എല്ലാം ഉണ്ട് കേട്ടോ, അതുണ്ടല്ലേ. പിന്നെ അതുപോലെ കണ്ടില്ല ഞങ്ങൾ 10-35ഓളം കവുങ്ങും തൈയെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഉള്ള തൈയെല്ലാം താഴോട്ടാണുള്ളത് കേട്ടോ. ഇനി ഇങ്ങോട്ട് വന്ന് നമുക്ക് വീട്ടിൽ പശുവിനൊക്കെ വളർത്താനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതാക്കണേ, പശുവിനെല്ലാം വളർത്താനുള്ള തൊഴുത്താണ് ഈ കാണുന്നത്. ഒരു 3-4 പശുവിനെല്ലാം വളർത്താൻ സൗകര്യത്തിനുള്ള അത്രയും വലിയ ഒരു പശുത്തൊഴുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളർത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കോഴിക്കൂടെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് പ്ലാവാണ് ഈ കാണുന്നത്. ഇപ്പോൾ ചക്കയുടെ സീസണാണ്, ചക്കയെല്ലാം പിടിച്ചിട്ടുണ്ട്. പ്ലാവേ കൂടെ എല്ലാം ഫുള്ള് കുരുമുളകെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ല ഞങ്ങൾ കൊടിയെല്ലാം നല്ല ഇടതൂർന്നുണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ ഈ ഭാഗത്തോട്ട് ഇതാ ഇതേ കൂടെ എല്ലാം ഇഷ്ടം പോലെ കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. കുരുമുളകൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന കേട്ടോ, വീട്ടിലേക്ക് ആവശ്യത്തിനാണെങ്കിലും പുറത്ത് കൊടുക്കണേലൊക്കെ കുരുമുളകെല്ലാം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കിണർ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് കിണർ താഴെയാണുള്ളത്. ഇനി അതും കൂടി ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് അവിടെ താഴെ. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞു കേട്ടോ. ഈ റോഡ് വരുന്ന നമ്മളെ ചെറുപുഴ ചുണ്ടയിൽ നിന്ന് വരുന്ന റോഡാണ്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പുളിങ്ങോത്തിനാണ് പോകുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് അവിടുന്ന് പ്രാപ്പോയിൽ വഴി ചെറുപുഴയ്ക്ക് എത്താം. പ്രാപ്പോയിൽ നിന്ന് നമുക്ക് നമ്മളെ പ്ലോട്ടിനകത്തോട്ട് വരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ പോകാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോഡിനാണ് പോകേണ്ടത്. വണ്ടികളൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ നേരെ വീടിൻ്റെ മുറ്റം വരെ ചെല്ലുകയും ചെയ്യും. ഇനിയിപ്പോൾ പ്രാപ്പോയിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെയും വരാം. നമുക്ക് പ്ലോട്ടിൻ്റെ താഴെ നമുക്ക് നടന്ന് വരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ പഞ്ചായത്തും വില്ലേജ് നമുക്ക് ചെറുപുഴയാണ്. ചെറുപുഴ എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 9 കിലോമീറ്റർ ദൂരമുള്ളത്. അതുപോലെ നമുക്ക് ചൂരപ്പടവ് പള്ളിയിലോട്ട് ഇവിടുന്ന് നടക്കാനുള്ള ദൂരം കേട്ടോ. ഇവിടുന്ന് ജസ്റ്റ് 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ പയ്യന്നൂരിൽ നിന്നൊക്കെ വരാമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 42 കിലോമീറ്ററും അതുപോലെ കണ്ണൂരിൽ നിന്നൊക്കെ വരാനുണ്ടെങ്കിൽ ഒരു 62 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ. അപ്പോഴേ നമ്മളെ പ്ലോട്ടിൻ്റെ താഴെ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊടുക്കുന്നത് കേട്ടോ. മേലാണ് വീട്. പിന്നെ ഈ കാണുന്ന തെങ്ങെല്ലാം കണ്ടില്ലേ, ഏകദേശം 10-12ഓളം തെങ്ങെല്ലാം ഉണ്ട് നമ്മളെ പറമ്പിനകത്ത്, കായ്ക്കുന്നതും കായ്ക്കാനായതൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് നടപ്പുഴയെല്ലാം ഉണ്ട്. നമ്മളെ ചൂരപ്പടവ് അമ്പലത്തിൻ്റെ അങ്ങോട്ട് നടന്നെത്താനുള്ള വഴിയെല്ലാം ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടാറിങ് റോഡെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമുക്ക് ചെറുപുഴയ്ക്കെല്ലാം പോകാം. പിന്നെ ആ റോഡ് തന്നെയാണ് നമുക്ക് കറങ്ങി നമ്മളെ പറമ്പിൻ്റെ മേലേക്കും വരുന്നുണ്ട് കേട്ടോ. നമ്മളെ പറമ്പിനകത്തുള്ള കിണറാണ് ഈ കാണുന്നത്. കിണറിൻ്റെ എല്ലാം ചുറ്റും എല്ലാം കെട്ടിയിട്ടെല്ലാം ഉണ്ട്, മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെളിഞ്ഞ് കിടക്കുന്നത് തന്നെയാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റിയൊരു കിടിലം പ്ലോട്ട് തന്നെയാണ് കൊണ്ടുവന്നുള്ളത്. മൊത്തം 80 സെൻറ്റ് സ്ഥലമാണ്. അതിനകത്ത് ഈ കാണുന്ന 3 ബെഡ്റൂമുള്ള സാധാരണ ഒരു വീടുമാണ്. അപ്പോൾ ഈ ഒരു പ്ലോട്ടിന് മൊത്തം ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ, പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 20 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 97 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ത് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓണറുടെ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.